നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. അപരന്റെ ദയനീയതകളെ അവഹേളിക്കാൻ ശ്രമിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. അവിടെ ഒരു ആട്ടിൻപറ്റം മേയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അതുവഴി ഒരു പന്നി കടന്നു വന്നത്. ഇടയൻ ആ പന്നിയെ പിടിച്ചു കൈകാലുകൾ കെട്ടി തോളത്ത് വെച്ച് വീട്ടിലേക്ക് നടന്നു. പന്നി കുറെ കുതറി നോക്കി, ഉറക്കെ അലറി വിളിച്ചു. അപ്പോൾ ആട്ടിൻപറ്റം പന്നിയോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ അലറി വിളിക്കുന്നത്? കുറച്ചെങ്കിലും മര്യാദ കാണിച്ചുകൂടെ? ഞങ്ങളെയും ഇങ്ങനെ തന്നെയാണ് യജമാനൻ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ പന്നി പറഞ്ഞു, നിങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ രോമം എടുക്കാനാണ്. എന്നെ കൊണ്ടുപോകുന്നത് കൊന്ന് മാംസം എടുക്കാനാണ്. ജീവന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും പ്രതികരിക്കണ്ടേ? കാര്യമറിയാതെ പ്രസംഗിക്കുന്നവർ ഇങ്ങനെയാണ്. തങ്ങൾ കടന്നുപോയിട്ടുള്ള പരിമിതമായ അനുഭവങ്ങളുടെ വേലിക്കെട്ടിലുള്ളിൽ നിന്ന് എന്തിനേയും വ്യാഖ്യാനിക്കും. അപരന്റെ തീവ്രവേദനകളെ നിസ്സാരവൽക്കരിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. നിസ്സഹായതയിൽ അകപ്പെടുന്നവനെ കണ്ടില്ലെന്ന് നടിക്കുന്നതിലും വലിയ തെറ്റാണ് അവന്റെ ദയനീയതയെ അവഹേളിക്കുന്നത്. സഹാനുഭൂതിയുള്ളവർക്ക് മാത്രമേ രക്ഷകരാകാൻ കഴിയൂ. എല്ലാവർക്കും അവരവരുടെ ദൗർബല്യങ്ങളോടൊപ്പം പ്രതീക്ഷയോടെ ജീവിക്കാൻ കഴിയണം. രക്ഷയേകുന്ന സഹാനുഭൂതിയുടെ ഉടമകളാകാൻ നമുക്ക് സാധിക്കട്ടെ. ശുഭദിനം.